ഡിജിറ്റൽ സർവകലാശാല നിയമഭേദഗതി ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകില്ല. സർക്കാർ നിയമനിർമ്മാണം കേസിന് ബലം പകരാനെന്ന വിലയിരുത്തലിലാണ് ഗവർണർ. VC നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന തരത്തിലാണ് ഡിജിറ്റൽ സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ശ്രീജിത്ത്, ഇതിൽ രാജ്ഭവന്റെ നിലപാട് എന്താണ്? ഇത് കോടതിയിൽ നിലവിലുള്ള കേസിനെ അതിൽ സർക്കാരിന്റെ വാദങ്ങൾ ബലപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഓർഡിനൻസ്, ആ നിലയിലാണോ രാജ്ഭവൻ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, കഴിഞ്ഞ മന്ത്രിസഭാംഗമാണ് ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ, സ്ഥിരം VC നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ കിട്ടുന്ന വിധത്തിൽ സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. സെർച്ച് കമ്മിറ്റിയിലടക്കം സർക്കാരിന് പ്രാമുഖ്യം നൽകുന്ന തരത്തിലായുള്ള അഴിച്ചുപണിയാണ് ഈ നിയമഭേദഗതിയിലൂടെ നടത്തിയിരിക്കുന്നത്. നിയമഭേദഗതി ഓർഡിനൻസായി കൊണ്ടുവരാനുള്ള തീരുമാനം കഴിഞ്ഞ മന്ത്രിസഭായോഗം എടുത്തു. അത് രാജ്ഭവനിലേക്ക് ഓർഡിനൻസ് അയച്ചു. ഓർഡിനൻസ് കിട്ടിയതായി രാജ്ഭവൻ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകുന്നു എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചേക്കില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഇതിന് കാരണമായി ഗവർണർ പറയുന്നത് സർക്കാർ ഈ സ്ഥിരം VC നിയമനത്തിൽ ഗവർണറുമായി യോജിച്ച് നടപടിയെടുക്കണമെന്ന കോടതി വിധി ആ കേസിലെ ബലം പകരാൻ വേണ്ടിയുള്ള നടപടികളാണ് നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള നടപടികളൊന്നും സർക്കാരും ആലോചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേസിന് ബലം പകരാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഓർഡിനൻസിൽ ഗവർണർ വെച്ചേക്കില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ നീക്കങ്ങൾ എന്തായിരിക്കും ശ്രീജിത്ത്? ഇക്കാര്യത്തിൽ രാജ്ഭവനും സർക്കാരും തമ്മിൽ തുടർച്ചയായി ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സമവായം ഉണ്ടാകുന്നു, വീണ്ടും ഏറ്റുമുട്ടൽ. ഈ നിലയിൽ മുൻകാലങ്ങളിൽ കണ്ടത് അതേ കാഴ്ച ഇപ്പോഴും ആവർത്തിക്കുന്നു എന്ന് വേണമോ കരുതാൻ? വിജയകുമാർ, ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെക്കാതെ ഓർഡിനൻസിന് നിയമപ്രാബല്യം കിട്ടില്ല. ഈ വരുന്ന 13-ന് വീണ്ടും സുപ്രീം കോടതി താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഈ ഓർഡിനൻസ് പാസ്സാക്കി ഗവർണറുടെ അംഗീകാരത്തിന് അയച്ചു കൊടുത്തുന്ന വിവരം ഒരുപക്ഷെ സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിക്കും. കോടതിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതിലാണ് സർക്കാർ പ്രതീക്ഷ വെക്കുന്നത്. എന്തായാലും ഓർഡിനൻസ് ഗവർണർ ഒപ്പുവെക്കാതെ തിരിച്ചയച്ചാൽ മാത്രമേ സർക്കാരിന് വീണ്ടും അത് അംഗീകാരത്തിന് അയക്കാൻ പറ്റൂ. അങ്ങനെ രണ്ടാം തവണ ഓർഡിനൻസ് അംഗീകാരത്തിന് അയച്ചാൽ അത് ഗവർണർ അംഗീകരിക്കണമെന്നതാണ് ചട്ടം. അതുകൊണ്ട് തന്നെ ഗവർണർ തീരുമാനമെടുക്കാതെ ഈ ഓർഡിനൻസ് മാറ്റിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും സർക്കാർ കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. VC നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന തരത്തിലാണ് ഡിജിറ്റൽ സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തിയത് എന്നതാണ് രാജ്ഭവൻ പറയുന്നത്. അതുകൊണ്ട് ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെക്കില്ല, അത് തിരിച്ചയക്കാനും സാധ്യതയില്ല, അതിൽ തീരുമാനമെടുക്കാതെ വൈകിപ്പിക്കും എന്ന സമീപനമായിരിക്കും രാജ്ഭവൻ സ്വീകരിച്ചേക്കുക എന്നാണ് നമ്മളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.